ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 59-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു ആലി ഇമ്രാനിലെ 71 തുടങ്ങി 77 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചായിരുന്നു. അദ്ദേഹം ഒരു ജൂതനോ ക്രിസ്ത്യാനിയോ ഒരു മുശ്രിക്കോ ഒന്നും അല്ല. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ഒരു മുസ്ലിമായ മനുഷ്യനായിരുന്നു. അസത്യത്തിൽ നിന്നൊക്കെ വിട്ട് സത്യത്തിലേക്ക് വന്ന മനുഷ്യനായിരുന്നു എന്നൊക്കെയാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത് അല്ലേ. പിന്നെ ഈ പ്രവാചകന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തോട് കൂടെ വിശ്വസിച്ച ആളുകളുമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ പിൻപറ്റുന്നത് എന്ന് അള്ളാഹു പറഞ്ഞു തന്നു. അപ്പോൾ ഈ വേദക്കാർക്ക് ഒരു ആഗ്രഹമുണ്ട്, എന്താ, നമ്മളിൽ നിന്നും ഈ വിശ്വസിച്ച ആളുകളിൽ നിന്നും കുറച്ച് ആളുകളെ ഒന്ന് വഴിതെറ്റിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് അവരുടെ ആഗ്രഹം എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരാണ്. പക്ഷെ അവരെ തന്നെയാണ് തെറ്റിക്കണതെന്ന് അവരറിയണില്ല എന്നൊക്കെയാണ് അള്ളാഹു പറഞ്ഞു തന്നത്. ആ 69-ാമത്തെ ആയത്ത് അവതരിക്കാനൊരു പശ്ചാത്തലം പറയണത് ഹുദൈഫ റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യസ്സാർ റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ഈ 3 കൂട്ടരെയും യഹൂദ മതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവരിൽ നിന്നൊരു വിഭാഗം ആളുകൾ അവരുടെ അടുത്തേക്ക് ചെന്നു. ആ ഒരു സമയത്താണ് ഈ ആയത്ത് അള്ളാഹു അവതരിപ്പിച്ചത് എന്നാണ് പറയണത്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് പോകുന്നെങ്കിൽ നല്ലതാണെന്നാണ് അവരുടെ ആഗ്രഹം. പിന്നെ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ സത്യത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളതിനെ അവിശ്വസിക്കുന്നത്? നിങ്ങളതിന് സാക്ഷികളാണെന്ന് അള്ളാഹു പറയുന്നുണ്ടല്ലേ. എന്തുകൊണ്ടാണ്? അവർക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് അവർക്കറിയാം. അവരുടെ വേദഗ്രന്ഥത്തിൽ നിന്നൊക്കെ അവർക്ക് വളരെ വ്യക്തമായ കാര്യമാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് അവർ അതിൽ അവിശ്വസിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. അവരുടെ മുമ്പിൽ പ്രവാചകനുണ്ട്. അവർക്ക് പ്രവാചകനാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ ലക്ഷണങ്ങളും അള്ളാഹു അവരുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ അവർക്കറിയാം. അവരതിനൊക്കെ സാക്ഷിയാണ്. എന്നിട്ടും അവരതിൽ അവിശ്വസിക്കുന്നത് എന്തിനാണെന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. നമ്മൾ പറഞ്ഞു വർക്കത്ത് ബിൻ നൗഫലിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ. അതൊരു ക്രിസ്തീയ പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യം വഹി കിട്ടിയ അവസരത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ കൊണ്ടുപോകുന്നുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹുവിൻ്റെ ബന്ധുവായിരുന്നു വർക്കത്ത് ബിൻ നൗഫൽ എന്ന് പറഞ്ഞ ഈ ക്രിസ്തീയ പണ്ഡിതൻ. അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ, ജിബ്രീൽ അലൈഹി സ്വലാം വന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ വരെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. താങ്കളെ ഈ നാട്ടുകാർ ഇവിടെ നിന്ന് ഓടിപ്പിക്കും, താങ്കൾ പറയണതിലൊന്നും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അത്ഭുതത്തോടു കൂടി ചോദിക്കട്ടെ, ഈ മക്കാരോ, എന്നെ ഇത്രയും അമീൻ എന്ന് വിളിക്കണ ഈ മക്കാരാണോ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് താങ്കൾ പറയണത്? എന്താണ് താങ്കൾ ഇങ്ങനെ പറയണതെന്നാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു, താങ്കൾക്ക് കാണാം, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അന്ന് എൻ്റെ സഹായം താങ്കൾക്ക് ഉണ്ടായിരിക്കും എന്നൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അവർക്ക് അത്രയും വ്യക്തമായിട്ടറിയാം ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നുള്ള കാര്യം. പിന്നെ യഹൂദ മതത്തിലുള്ളവർക്കും അറിയാം. ഒരിക്കൽ ഒരു യഹൂദൻ്റെ കയ്യിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് എന്തോ സാധനം കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവധി എത്തുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം വഴിയിൽ തടഞ്ഞു നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് തിരിച്ചു തരാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. തട്ടിക്കയറി അത് തിരിച്ചു തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ട് വന്നപ്പോൾ ചോദിച്ചു, എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദേഹത്തിനോടൊന്നും പറയണ്ട, ഞാൻ അദ്ദേഹത്തിന് കുറച്ച് സാധനം കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചു കൊടുക്കാനാണ് അദ്ദേഹം പറയണേന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വേഗം അദ്ദേഹത്തിൻ്റെ കടം വീട്ടാനുള്ള സാധനങ്ങളുമായിട്ട് വന്നപ്പോൾ ഈ ജൂതൻ പറഞ്ഞു, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, താങ്കളല്ലേ ഇതിനു വേണ്ടിയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ഇദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചോദിച്ചത്. ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ അദ്ദേഹത്തിൽ ഞാൻ കണ്ടു. അദ്ദേഹത്തിന് ക്ഷമയുണ്ടോ, ഇനി വരുന്ന പ്രവാചകന് ക്ഷമയുള്ള ആളായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ക്ഷമയുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഇത് പ്രവാചകൻ തന്നെയാണെന്നുള്ളത് അറിഞ്ഞിട്ടും അവരതിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി തുടർന്നുള്ള ആയത്തുകളും ഇവരെക്കുറിച്ച് തന്നെയാണ്. ഈ വേദക്കാരോടുള്ള ക്വസ്റ്റ്യനാണ്. അള്ളാഹു ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഈ സത്യം അറിഞ്ഞുകൊണ്ട് ഈ സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്തുക? ഒന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, സത്യത്തെ മൂടി വെക്കും, ഇല്ലെങ്കിൽ കുറച്ച് പറയും കുറച്ച് പറയാണ്ടിരിക്കും അല്ലേ. രണ്ടും കൂടി മിക്സ് ചെയ്ത് സത്യവും അസത്യവും ഒക്കെ കൂട്ടിക്കലർത്തും. അത് നമുക്ക് അവരുടെ വേദഗ്രന്ഥത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പല കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നത്. അപ്പോൾ ആയത്ത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
يا أهل الكتاب لم تلبسون الحق بالباطل وتكتمون الحق وأنتم تعلمون. യാ അഹ്ലൽ കിതാബ്, ഹേ വേദക്കാരെ, ലിമ എന്തിനാണ്, തൽബിസൂന, ലബസ എന്ന് വെച്ചാൽ കൂട്ടിക്കലർത്തുക എന്നാണ് അർത്ഥം. അപ്പം തൽബിസൂന നിങ്ങൾ കൂട്ടിക്കലർത്തുന്നത് എന്തിനാണ്, അൽ ഹക്ക സത്യത്തെ, ബിൽ ബാത്തിൽ അസത്യവുമായിട്ട്, വതക്തുമൂന കത്തമാന്ന് വെച്ചാൽ ഒളിപ്പിച്ചു വെക്കുക, നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്നു. അൽ ഹക്ക സത്യത്തെ, വ അൻതും തഅലമൂൻ നിങ്ങൾ സത്യത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളതിനെ ഒളിച്ചു വെക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ എന്തിനാണെന്നാണ് അള്ളാഹു ചോദിക്കണത്. ഇനി അടുത്ത ആയത്തിൽ പറയണത് ഇവരുടെ ഒരു തന്ത്രത്തെ കുറിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവരുടെ ഒരു ആഗ്രഹം എന്താണ്, കുറച്ച് ആൾക്കാരെയൊക്കെ സത്യവിശ്വാസികളിൽ നിന്നും ആളുകളെയൊക്കെ ഇതിൽ നിന്നൊന്ന് വിട്ടുപോകുന്നിരുന്നെങ്കിൽ, അവരതിൽ നിന്നും തെറ്റിപ്പോയെങ്കിൽ എന്നാണ് അവരെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ എടുക്കണ ഒരു തന്ത്രമാണ് പറയണത്. അവരിലൊരു വിഭാഗം ആളുകൾ പറയണം, നിങ്ങൾ കുറച്ച് പേര് പോയിട്ട് പറ ഞങ്ങൾ അവരിൽ വിശ്വസിച്ചു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു, ഈ സത്യവിശ്വാസികൾക്ക് അവതരിച്ചതിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് അവരോട് പറയണം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയണം, ഞങ്ങളിതിലാ വിശ്വസിച്ചു, ഇത് അത്ര ശരിയുള്ള മതമൊന്നുമല്ല, ഞങ്ങൾ വിചാരിച്ച പോലെ അദ്ദേഹം പ്രവാചകനൊന്നല്ല, ഈ മുഹമ്മദ് പ്രവാചകനൊന്നല്ല, കള്ളവാദിയാണ് എന്നൊക്കെ പറയണം. അപ്പം എന്താവും, ഈ ഇതിൽ വിശ്വസിച്ച ദുർബല വിശ്വാസികളൊക്കെ ഉണ്ടാവില്ല, വിശ്വാസം മുഴുവൻ ഉറക്കാത്ത ആളുകൾ ഇത് കേൾക്കുമ്പോൾ ശരിയാണ്, ഇത്രയും വലിയ പണ്ഡിതന്മാരാണ് ഈ വന്ന് പറഞ്ഞത്, ഇതിൽ വിശ്വസിച്ചിട്ട് ഇതിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പോയി എന്ന് പറയുമ്പോൾ ഇതിൽ വിശ്വാസം ഉറക്കാത്ത ആളുകളൊക്കെ കുറച്ച് ഇതിൽ നിന്ന് പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്ന ഒരു തന്ത്രത്തിനെ കുറിച്ചിട്ടാണ് അടുത്ത ആയത്തിൽ പറയണത്. അപ്പം നമുക്ക് ആയത്ത് നോക്കാം. വഖാലത്ത് പറയുകയും ചെയ്തു, ത്വാഇഫത്തും മിൻ അഹ്ലിൽ കിതാബി, ത്വാഇഫത്ത് എന്ന് വെച്ചാൽ ഒരു വിഭാഗം ആളുകൾ, ആരിൽ നിന്നും, വേദക്കാരിൽ നിന്നും, അഹ്ലിൽ കിതാബിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ പറയും, ആമിനു നിങ്ങൾ വിശ്വസിക്കുവിൻ, ഏതിലാണ്, ബില്ലദീ ഉൻസില അലല്ലദീന ആമനു സത്യവിശ്വാസികൾക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവരോട് പോയി പറയണം. ഇപ്പോൾ വജഹൻ നഹാർ, വജഹ് എന്ന് വെച്ചാൽ മുഖം എന്നാണ് അർത്ഥം. വജഹൻ നഹാർ പകലിൻ്റെ മുഖത്ത്, അതായത് ഒരു പകലിൻ്റെ ആരംഭത്തിൽ ഒരു കാലത്ത് ചെന്നിട്ട് നിങ്ങൾ പറയുക ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുക. വക്ഫുറു പിന്നെ നിങ്ങൾ അവിശ്വസിക്കുകയും ചെയ്യുക. ആഖിറ അതിൻ്റെ അവസാനം, ഒരു ദിവസത്തിൻ്റെ അവസാനമാകുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾ മതത്തിൽ ചേരുക, ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുക, എന്നിട്ട് കുറച്ച് നാളൊക്കെ നിന്ന് പിന്നെ പറയാം ഞങ്ങളിതിൽ അവിശ്വസിച്ചു, ഞങ്ങൾ ഇതൊന്നും ശരിയായ മതമല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി എന്ന് പറയണം. അങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും, ല അല്ലഹും യർജിഊൻ, ല അല്ലഹും ആയേക്കാം, യർജിഊൻ റജ എന്ന് വെച്ചാൽ മടങ്ങി, അവർ മടങ്ങുന്നവരായേക്കാം, അതിലെ ദുർബല വിശ്വാസികളൊക്കെ അതിൽ നിന്ന് മടങ്ങി പോരുന്നവരായേക്കാം എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ അറബികളും ഈ വേദക്കാരും ഒക്കെ തമ്മിൽ, ബനു ഇസ്രായേലിനും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, നമ്മൾ മുമ്പ് പറഞ്ഞല്ലേ. അപ്പോൾ അങ്ങനെ തർക്കം നടക്കുമ്പോൾ ഇവർ വേദക്കാർ പറയും എന്താണ്, ഞങ്ങൾക്കൊരു പ്രവാചകൻ വരാനുണ്ട്, ആ പ്രവാചകൻ വരട്ടെ, എന്നിട്ട് നിങ്ങളെ ശരിയാക്കി തരാമെന്നൊക്കെ ഇവർ മുമ്പ് പറയാറുണ്ടായിരുന്നു, നമ്മൾ സൂറത്തുൽ ബഖറ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയല്ലേ. അപ്പോൾ ആ സമയത്ത് അപ്പോൾ ഈ അറബികൾ ചോദിക്കും, ദേ നിങ്ങൾ പറഞ്ഞ പ്രവാചകനല്ലേ വന്നെന്ന് പറയണത്, എന്നിട്ട് നിങ്ങളെന്താ അതിൽ വിശ്വസിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അവരെ കണ്ണിൽ പൊടിയിടാൻ ഇവർ വിചാരിക്കും ഞങ്ങൾ വിശ്വസിച്ചു എന്നൊക്കെ ആദ്യം പറയും. എന്നിട്ട് വന്നിട്ട് പറയാ ഇതൊന്നും ശരിയല്ല, ഇത് ഞങ്ങളെ വേദത്തിൽ പറഞ്ഞ പ്രവാചകനൊന്നല്ല, മുഹമ്മദ് പ്രവാചകനൊന്നല്ല എന്ന് പറയുമ്പോൾ ഈ ആളുകളൊക്കെ അതിൽ നിന്ന് തെറ്റിപ്പോവുമല്ലോ. അതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പോൾ സൂറത്തു നിസാ 51 പറയുന്നത്, ഈ വേദക്കാർ പറയും ഈ വിശ്വസിച്ച ആൾക്കാളേക്കാളും എത്രയോ നല്ലതാണ് ഈ മുശ്രിക്കുകൾ. ഈ അറബികളോട് പോയിട്ട് പറയാണ്, ഈ ബഹുദൈവ വിശ്വാസികളോട് ചെന്നിട്ട് പറയും നിങ്ങളെ, ഈ സത്യവിശ്വാസികളെക്കാട്ടും നല്ലത് നിങ്ങളാണെന്ന് പറയും. ഇവരുടെ അടുത്ത് പോയി വന്നിട്ട് ഇങ്ങനെയാണ് പറയണത്. പിന്നെ സൂറത്തുൽ ബഖറ 76 പറയുന്നുണ്ട്, ഇവരെന്താ ഒരു വിഭാഗം ആളുകൾ സത്യവിശ്വാസികളെ കാണുമ്പോൾ പറയും ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയും. അപ്പോൾ ഈ വേദക്കാരിൽ തന്നെ വേറൊരു വിഭാഗം, ഈ സത്യവിശ്വാസികൾ പോയി കഴിഞ്ഞാൽ ഇവരോട് ചോദിക്കും നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിച്ചത്, ഈ വേദത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അവരോട്. ഇനി ഇവർ അള്ളാഹുവിൻ്റെ അടുത്ത് പോയിട്ട് നമുക്കെതിരെ ന്യായവാദം നടത്തൂലേ എന്ന് നമ്മൾ സൂറത്തുൽ ബഖറ 76 ആയത്തിൽ പഠിച്ച കാര്യമാണ് അല്ലേ. അപ്പോൾ ഇവരുടെ സ്വഭാവം ഇതാണ്, എങ്ങനെയെങ്കിലും ആളുകളെയൊക്കെ ഇതിൽ നിന്നും തിരിപ്പിച്ച് കളയണം. അപ്പം അതാണ് അള്ളാഹു ഇവിടെ നമുക്ക് പറഞ്ഞു തരണത്. അടുത്ത ആയത്തിലും ഈ വേദക്കാരുടെ ഒരു വർത്താനമാണ് പറയുന്നത്. വേദക്കാരെന്ന് വെച്ചാൽ ഇവിടെ കൂടുതലും യഹൂദികളെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ പറയും എന്താണ്, നിങ്ങൾ നിങ്ങളുടെ മതത്തിലല്ലാണ്ട് വേറൊരു മതത്തെ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല, അതായത് യഹൂദ മതത്തിലല്ലാണ്ട് വേറെ ആരിലും നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം തന്നെ അള്ളാഹു മറുപടി അവിടെ തന്നെ പറയാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഖുൽ നബിയെ താങ്കൾ പറയുക അള്ളാഹുവിൻ്റെ അടുത്താണ് ശരിയായ മാർഗദർശനം ഉള്ളത് എന്ന് പറയാൻ.
അപ്പം എന്തുകൊണ്ടാണ് ഇവർ മറ്റേ മതത്തിൽ വിശ്വസിക്കരുതെന്ന് പറയണത്? കാരണം അതിൽ വിശ്വസിച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയ പോലെ തന്നെ വേദഗ്രന്ഥം മറ്റുള്ളവർക്ക് കിട്ടിയെന്ന് അവർ സമ്മതിക്കലാവും അല്ലേ? ഈ ബനു ഇസ്രായേലിലാണ് ഇതുവരെയുള്ള പ്രവാചകന്മാരുടെ പരമ്പരയും വേദഗ്രന്ഥങ്ങളും ഒക്കെ അവതരിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പം ഇപ്പോൾ വന്നത് അറബികളിൽ നിന്നാണല്ലോ. അപ്പം ഇവർ സമ്മതിച്ചു കഴിഞ്ഞാൽ അത് വേറൊരാൾക്ക് കിട്ടിയെന്ന് ഇവർ സമ്മതിക്കലാവും. പിന്നെ അതുമല്ല, ഇവർ ഇതനുസരിച്ച് വിശ്വസിച്ച് അതുപോലെയൊക്കെ മുന്നോട്ട് പോകണ്ടേ? ഇത് സമ്മതിച്ച് കഴിഞ്ഞിട്ട് ഇവർ അതനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈ സത്യവിശ്വാസികൾ പറയില്ലേ, അള്ളാഹു ഏതേ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് ഇവർ ഇതിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളാണ്, അവർ അള്ളാഹുവിൻ്റെ അടുത്ത് ന്യായവാദം നടത്തും. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇവരെന്ത് ചെയ്താലും നിങ്ങളതിൽ വിശ്വസിക്കരുത് എന്ന് പറയണത്. അപ്പോൾ അള്ളാഹു പറയാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. ഈ ഇന്നൊരു വിഭാഗത്തിന് മാത്രമേ പ്രവാചകന്മാർ വരാൻ പാടുള്ളൂ എന്ന് നിയമമൊന്നുമില്ല. അള്ളാഹ്ക്ക് ആർക്കാണോ ഉദ്ദേശിക്കണത് അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. അള്ളാഹു വിശാലനാണ്, എല്ലാം അറിയുന്നവനാണ്. ആർക്കാണ് ഏറ്റവും നന്നായി പ്രവാചകത്വം കൊടുക്കേണ്ടതെന്നും അനുഗ്രഹങ്ങൾ കൊടുക്കേണ്ടതെന്നും ഒക്കെ അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം. അള്ളാഹു വിശാല മനസ്കനാണ്. അതായത് ഒരു കൂട്ടർക്ക് മാത്രമല്ല, അള്ളാഹു എല്ലാവർക്കും വിശാലമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നത്. ആയത്ത് ഇങ്ങനെയാണ്, വലാ തുഅ്മിനൂ, നിങ്ങൾ വിശ്വസിക്കരുത്, ഇല്ലാ ലിമൻ തബിഅ, മന്ന് ചാര്, യാതൊരുവരെ അല്ലാതെ, ഇല്ലാ ലിമൻ യാതൊരുവരെ അല്ലാതെ, തബിഅ ഇത്തബ നമ്മൾ പഠിച്ച വാക്കാണല്ലേ, പിൻപറ്റുന്നവരെ അല്ലാതെ, ദീനക്കും നിങ്ങളുടെ മതത്തെ. അപ്പം ഈ ജൂതമതത്തെ പിൻപറ്റുന്നവരെ അല്ലാതെ നിങ്ങൾ വിശ്വസിക്കരുത്. കുൽ, അപ്പം അള്ളാഹു പറയാണ്, ഇനി അള്ളാഹുവിൻ്റെ വാക്കാണ്, കുൽ നബിയെ താങ്കൾ പറയുക, ഇന്നൽ ഹുദ, നിശ്ചയമായും മാർഗദർശനം, ഹുദല്ലാ, അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ് ശരിയായ മാർഗദർശനം എന്ന് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറയാണ്. ഇനി വീണ്ടും ഈ വേദക്കാരുടെ വർത്താനാണ് പറയണത്. അയ്യുത്ത, നൽകപ്പെടുന്നതിനാൽ, അഹദുൻ, വേറൊരാൾക്ക് വല്ലൊരാൾക്കും, മിസ്ല, പോലെയുള്ളത്, മാ ഊത്തീത്തും, നിങ്ങൾക്ക് നൽകപ്പെട്ടത് പോലെയുള്ളത് വേറൊരാൾക്ക് നൽകപ്പെട്ടു എന്ന് ഇവർ പറയേണ്ടി വരും അല്ലേ? അല്ലെങ്കിൽ യുഹാജൂക്കും, അവർ നിങ്ങളോട് ന്യായവാദം നടത്തുന്നതിനാൽ, ഇൻദ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ. നിങ്ങളിത് വിശ്വസിച്ചാൽ ഇവർ ചെന്നിട്ട് പറയും, ഞങ്ങളിത് മനസ്സിലാക്കി, അവരിത് മനസ്സിലാക്കിയവരാണ്, എന്നിട്ട് തെറ്റിപ്പോയവരാണെന്ന് ഈ സത്യവിശ്വാസികൾ പറയുന്നത് കൊണ്ടും, പിന്നെന്താണ്, ഞങ്ങളെപ്പോലെയുള്ളത് വേദഗ്രന്ഥം മറ്റുള്ളവർക്ക് കിട്ടിയെന്നും ഇവർ സമ്മതിക്കേണ്ടി വരുമല്ലേ? ഈ രണ്ട് കാരണത്താൽ അവർ പറയും, തങ്ങളുടെ മതത്തെ പിന്തുടരുന്നവരെ അല്ലാതെ ഞങ്ങൾ വിശ്വസിക്കാൻ പാടില്ല എന്ന് അവരാൾക്കാരോട് പറയും. അതാണ് അള്ളാഹുവിടെ പറഞ്ഞത്. അപ്പം അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹു കൊടുക്കും. അള്ളാഹു ആണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹം നൽകുന്നവെന്നാണ് അടുത്ത ആയത്തിൽ പറയണത്. യഖ്തസ്സു, അവൻ പ്രത്യേകപ്പെടുത്തുന്നു, ബിറഹ്മതിഹി, അവൻ്റെ കാരുണ്യം കൊണ്ട്, മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രത്യേകമായി കൊടുക്കും. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, അള്ളാഹു ആണ് മഹത്തായ അനുഗ്രഹമുള്ളവെന്ന് പറഞ്ഞു തന്നു. ഇനി അടുത്ത ആയത്തിൽ പറയണത് വേദക്കാരിലുള്ള രണ്ട് തരം ആളുകളെ കുറിച്ച് പറയാണ്. ഈ വേദക്കാർ മുഴുവൻ ഇതുപോലത്തെ സ്വഭാവമല്ല. ഇപ്പം ഈ നമ്മളിൽ നിന്ന് തെറ്റിച്ചു കളയും എന്നൊക്കെ പറഞ്ഞല്ലോ, മതത്തിൽ നിന്ന് തെറ്റിച്ചു കളയാൻ അവർ കുതന്ത്രങ്ങൾ എടുക്കുന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഇല്ല, വേദക്കാരിൽ എല്ലാ ആളുകളും അല്ല. അവരിൽ രണ്ട് തരം ആളുകളുണ്ട് എന്നാണ് അള്ളാഹു പറയണത്. ഒരു തരം ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ എന്തൊരു അമാനത്ത്, എന്തൊരു സാധനം നമ്മൾ വിശ്വസിച്ചേൽപ്പിച്ചാലും, അത് നിങ്ങളൊരു കൂമ്പാരം തന്നെ ഉണ്ടെങ്കിലും, ഒരു കൂമ്പാരം സ്വർണ്ണമാവട്ടെ അല്ലെങ്കിൽ ഒരു കൂമ്പാരം സ്വത്ത് നിങ്ങൾ ഏൽപ്പിച്ചാലും, അവർ നമുക്ക് ആവശ്യമുള്ളപ്പോൾ തിരിച്ച് ചോദിക്കുമ്പോൾ അവർ അത് മുഴുവനായിട്ട് നമുക്ക് തിരിച്ചു തരുന്ന ആളുകളുണ്ട്. അത്രയും വിശ്വസിക്കാൻ പറ്റിയ ആളുകൾ വേദക്കാരിലുണ്ട്. അതേ സ്ഥാനം ചില ആളുകളുണ്ട്, അവരുടെ അടുത്ത് നമ്മൾ ഒരു ദിനാറാണ്, വളരെ ചെറിയൊരു സംഖ്യയാണ് ഏൽപ്പിച്ചതെങ്കിലും അത് തിരിച്ചു കിട്ടാനായിട്ട് നമ്മൾ അവരുടെ പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. അങ്ങനത്തെ ആളുകളും വേദക്കാരിലുണ്ട് എന്നാണ് അള്ളാഹു പറയണത്. അപ്പോൾ ഇവർ തിരിച്ചു തരാണ്ടിരിക്കാൻ വേണ്ടി ഇവർ പറയണ ന്യായം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതത്തിലുള്ളവരോട് മാത്രമേ ബാധ്യതയുള്ളൂ, ഈ ഉമ്മീങ്ങളോടൊന്നും ബാധ്യതയില്ല എന്നാണ് അവർ പറയണത്. അത് അവരവരുടെ വേദഗ്രന്ഥത്തിൽ അവർ എഴുതി ഉണ്ടാക്കിയതാണ് അങ്ങനെ. എന്നിട്ട് അള്ളാഹു പറയേണ്ടത്, അവർ അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയുകയാണ് ചെയ്യണത്, അറിഞ്ഞും കൊണ്ട് തന്നെ. കാരണം ഇങ്ങനൊരു നിയമമൊന്നും അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല, അവരെ വേദഗ്രന്ഥത്തിലില്ല, അതൊക്കെ എഴുതി ചേർത്തിട്ട് അവരുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പം അതാണ് ഈ അടുത്ത ആയത്തിൽ പറയണത് കേട്ടോ. ആയത്ത് നമുക്ക് നോക്കാം. വമിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ ഉണ്ട് കുറച്ചാളുകൾ, മൻ ചിലർ, ഇൻ തഅ്മൻഹു അവരെ നീ ഏൽപ്പിച്ചാൽ, ബി ഖിൻതാർ, ഖിൻതാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂമ്പാരം, വലിയ എമൗണ്ട്, വളരെയധികം ധനം എന്നർത്ഥം. അത് നീ ഏൽപ്പിച്ചാലും യു അദ്ദിഹി, അവർ അതിനെ തിരിച്ചു തരും, ഇലേക്ക് നിനക്ക്. അപ്പോൾ നമ്മൾ എത്ര തന്നെ ഏൽപ്പിച്ചാലും നമ്മുടെ ആവശ്യം വരുമ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മുടെ സാധനം നമുക്ക് അവർ തിരിച്ചു തരും. ഇനി വമിൻഹും അവരിലുണ്ട് കുറച്ചാളുകൾ,
മൻ ഇൻ തഅ്മൻഹു, അവരെ നീ വിശ്വസിച്ചാൽ, ബിദീനാറിന്, ഒരു ദീനാറിനെ പറ്റി, നിങ്ങളൊരു ദിനാറാണ് അവരിൽ കൊടുത്തേൽപ്പിച്ചേക്കണം, അതായത് വളരെ ചെറിയൊരു എമൗണ്ടാണ് നിങ്ങൾ കൊടുത്തേൽപ്പിച്ചേക്കണതെങ്കിലും, ലാ യു അദ്ദിഹി ഇലേക്ക്, നിനക്കതവൻ വിട്ടുതരുകയില്ല, ഇല്ലാ മാ ദുംത അലൈഹി ഖായിമ. മാ ദുംത എന്ന് വെച്ചാൽ ആയിക്കൊണ്ടേയിരിക്കുക, അതായത് കീപ് ഗോയിങ് എന്നർത്ഥം. നിങ്ങളിങ്ങനെ പിന്നാലെ ചോദിച്ചുകൊണ്ട് നടന്നാലല്ലാണ്ട് ആ ഒരു ദിനാറ് പോലും അവർ നിങ്ങൾക്ക് തിരിച്ചു തരൂല. അങ്ങനെ 2 ടൈപ്പ് ആളുകളുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ദാലിക്കാത് ബി അന്നഹും, നിശ്ചയമായും അവർ ഖാലു പറയുന്നത് കൊണ്ടാണ്, ലൈസ അലൈന, ഞങ്ങളുടെ മേൽ ബാധ്യതയില്ല, ഫിൽ ഉമ്മിയീൻ, ഈ അക്ഷരജ്ഞാനമില്ലാത്ത ആളുകളുടെ കാര്യത്തിൽ, സബീല, ഒരു മാർഗവും, ഞങ്ങളുടെ മേൽ ഒരു ബാധ്യതയും അവരെക്കുറിച്ചില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യണത്. വയഖൂലൂന, അവർ പറയുകയും ചെയ്യുന്നു, അലല്ലാഹിൽ കദിബ, അള്ളാഹുവിൻ്റെ പേരിൽ അവർ വ്യാജം പറയുകയാണ്, വഹും യഅലമൂൻ, അവർ അറിഞ്ഞും കൊണ്ട് തന്നെ. അപ്പോൾ ഇവർ പറയണത് സ്വന്തം സമുദായത്തിൽപ്പെട്ടവരോട് മാത്രമേ കടമകൾ പാലിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുള്ളൂ, മറ്റുള്ളവരോടൊന്നും കടമകളൊന്നും ഇല്ല എന്നാണ് ഇവർ പറയണത്. അപ്പോൾ ഇവരുടെ വേദഗ്രന്ഥത്തിൽ ആവർത്തന പുസ്തകം 23-ാം അധ്യായം 20-ാമത്തെ വചനം ഇങ്ങനെയാണ്: അന്യരോട് പലിശ വാങ്ങാം, എന്നാൽ നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നീ തൊടുന്നതിലൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് സഹോദരനോട് പലിശ വാങ്ങരുത്. അതായത് സ്വന്തം മതത്തിൽപ്പെട്ട ആളുകളോട് പലിശ വാങ്ങിക്കാൻ പാടില്ല, അന്യരോട് പലിശ വാങ്ങിക്കാം എന്നാണ് ഇവർ പറയണത്. ഇനി പൈസ കടം കടക്കുന്നതിനെ കുറിച്ചിട്ട് പിന്നെ ആവർത്തന പുസ്തകം 15-ാം അധ്യായം 3-ാമത്തെ വചനം എങ്ങനെയാണ്: അന്യജാതിക്കാരനോട് നിനക്ക് മുട്ടിച്ചു പിരിക്കാം, അതായത് അന്യജാതിക്കാരന് കടം കൊടുത്താൽ അവരേന്ന് കുത്തിന് പിടിച്ച് വാങ്ങിക്കാം എന്നർത്ഥം. എന്നാൽ നിന്റെ സഹോദരൻ തരുവാനുള്ളത് നീ കൊടുക്കണം. അതായത് തൻ്റെ സഹോദരൻ, തൻ്റെ മതത്തിൽപ്പെട്ട ഒരാളാണ് കടം വാങ്ങിച്ചതെങ്കിൽ അയാൾ തിരിച്ചു തരാനായിട്ട് അയാൾക്ക് സാവകാശം കൊടുക്കണം എന്ന്. അപ്പോൾ അള്ളാഹു പറയണം, ഇതൊക്കെ അവരുടെ ഗ്രന്ഥത്തിൽ, വേദത്തിൽ അവർ എഴുതി ചേർത്തുണ്ടാക്കിയതാണ്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ പേരിൽ ഇവർ വ്യാജം പറയുന്നതാണ് എന്നാണ് അള്ളാഹു പറയണത്. ഇനി തൽമൂദിൽ പറഞ്ഞിട്ട് എങ്ങനെയാണ്: ഇവർ ഒരു വഴിയിൽ നിന്ന് എന്തെങ്കിലും സാധനം വീണ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ അടുത്തുള്ള അയൽവക്കക്കാരെ നോക്കാൻ, അതിൻ്റെ ചുറ്റുമുള്ള ആളുകളെ നോക്കുക. അവർ യഹൂദികളാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അന്വേഷിക്കണം, ഇതിനെ വിളംബരം ചെയ്യണം, ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടെന്ന് അന്വേഷിച്ച് അവരാരെങ്കിലും ആണെങ്കിൽ തിരിച്ചു കൊടുക്കണം. ഇനിയല്ല, അയൽവക്കക്കാർ യഹൂദ മതത്തിൽപ്പെട്ടവരൊന്നല്ല, വേറെ മതത്തിലുള്ളവരാണെങ്കിൽ നിങ്ങളിത് ആരോടും ചോദിക്കാനൊന്നും നിൽക്കണ്ട, നിങ്ങൾക്കത് എടുക്കാം എന്നാണ് അവരുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാതും അവർ എഴുതി ചേർത്തിട്ടുള്ളതാണെന്നാണ് അള്ളാഹുവിടെ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ പേരിൽ ഇവർ പറയണ, യഹോവയുടെ പേരിൽ ഇവർ കളവ് കെട്ടിച്ചമയ്ക്കാണ്, അറിഞ്ഞുകൊണ്ട് തന്നെയെന്നാണ് പറയണത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളതാണ്. ഇസ്ലാം എപ്പോഴും പറഞ്ഞ എന്താണ്? നീതിക്ക് വേണ്ടി നിലകൊള്ളണം എന്നാണ് ഒരു സത്യവിശ്വാസിയോട് അള്ളാഹു കൽപ്പിക്കുന്നത്. അത് നമുക്ക് സ്വന്തം തന്നെ എതിരായാലോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ എതിരാണെങ്കിൽ പോലും നിങ്ങൾ നീതി അനുസരിച്ച് വിധി കൽപ്പിക്കണം എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. സൂറത്തു മാഇദ 8-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയണത്: വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഉറച്ചു നിലകൊള്ളുന്നവരായിരിക്കുവിൻ, നീതി മുറയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരായിക്കൊണ്ട്. അതായത് നീതി അനുസരിച്ച് വേണം നിങ്ങൾ വർത്തിക്കാനായിട്ട്. ഒരു ജനതയോടുള്ള അമർഷം, നിങ്ങൾ നീതി പാലിക്കാതിരിക്കുവാൻ നിങ്ങളെ നിശ്ചയമായും പ്രേരിപ്പിക്കരുത്. നമുക്കൊരു ജനതയോട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് നമുക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതൊരിക്കലും അവരോട് നീതികേട് കാണിക്കാൻ പാടില്ല എന്ന്. ആ ദേഷ്യത്തിൻ്റെ പേരിൽ നമ്മൾ അവരോട് നീതി കാണിക്കാണ്ടിരിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹുവിടെ പറയണത്. നിങ്ങൾ നീതി പാലിക്കണം, അതാണ് ഭക്തിയോട് ഏറ്റവും അടുപ്പമുള്ളത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ പറയണത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളും നിങ്ങൾക്ക് ദേഷ്യമുള്ള ആളുകളാണെങ്കിലും അവരുടെ അടുത്തൊരു കാര്യം വിധി കൽപ്പിക്കുമ്പോൾ നിങ്ങൾ നീതിപൂർവം ചെയ്യണം. ഇനി സൂറത്തുൽ നിസാ 135-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയണത്: വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സാക്ഷിയായ നിലയിൽ നീതിമുറയെ നിലനിർത്തി പോരണം എന്നാണ് അള്ളാഹുവിടെ പറയണത്. അത് നിങ്ങളുടെ സ്വന്തം ദേഹങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങൾക്കോ എതിരായാലും ശരി, ഇനി ധനികനായ ആളോ ദരിദ്രനായ ആളോ ആരായാലും ശരി, നിങ്ങൾ നീതി അനുസരിച്ച് നിലകൊള്ളണം എന്ന്. ഇപ്പോൾ ഒരു പാവപ്പെട്ട ആളുടെ അടുത്താണ് നീതിയെങ്കിൽ നിങ്ങൾ അയാൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി സംസാരിക്കണം എന്നാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരണം. അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ജൂതന്മാർക്ക് മുസ്ലിങ്ങളോട് ഇത്രയ്ക്ക് ദേഷ്യം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോൾ മൊത്തം ജനസംഖ്യ 10,000 പേരായിരുന്നു എന്നാണ് പറയണത്. അതിൽ മുസ്ലിങ്ങൾ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. 1500 ആളുകളോളം ഉള്ളൂ മുസ്ലിങ്ങളായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഔസ് ഖസ്റജ് എന്ന് പറയുന്ന ജൂതഗോത്രങ്ങളാണ് 4000 പേരോളം ഉണ്ടായിരുന്നു അവർ.
ഈ അറബികൾ ബഹുദൈവ വിശ്വാസികളായ ഈ മുശ്രിക്കുകൾ അറബികൾ 4500 പേര്. അപ്പോൾ 4500 പേര് മുശ്രിക്കുകൾ, 4000 പേര് ജൂതന്മാർ, 1500 പേരേ ഉള്ളൂ മുസ്ലിങ്ങൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇവരുടെ നേതാവും അല്ലേ. ഈ 3 കൂട്ടരടങ്ങിയതാണ് ഈ മദീന എന്ന് പറഞ്ഞ രാജ്യം. അവിടുത്തെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ നബി വന്നു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർക്കിടയിൽ കരാറുകളൊക്കെ ഉണ്ടാക്കി. ഈ മുസ്ലിങ്ങളും ജൂതന്മാർ തമ്മിലും പിന്നെ മുസ്ലിങ്ങളും അറബികളും തമ്മിലൊക്കെ ഒരു കരാറുണ്ടാക്കി. നിങ്ങളെല്ലാവരും ഒരു രാഷ്ട്രം പോലെ ഒത്തൊരുമയോടുകൂടി ജീവിക്കണം, പരസ്പരം ചതിക്കാൻ പാടില്ല, വഞ്ചിക്കാൻ പാടില്ല, യുദ്ധം നടത്താൻ പാടില്ല, അങ്ങനെ കുറേ കരാറുകളൊക്കെ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭരണം തുടങ്ങിയത്. ആ സമയത്ത് ഈ ജൂതന്മാർക്കാണ് അവിടെ എഴുത്തും വായനയും ഉണ്ടായിരുന്ന ആളുകളും അവരാണ് കുറച്ച് വിദ്യാഭ്യാസമുള്ള ആളുകൾ. ഈ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ അക്ഷരജ്ഞാനമില്ലാത്ത ആളുകളാണ്. അപ്പോൾ ഈ വ്യാപാര കാര്യത്തിലും ഒക്കെ മുൻപന്തിയിൽ നിന്നിരുന്നത് ഈ ജൂതന്മാരായിരുന്നു. ഇവർ പലിശയ്ക്ക് പൈസ വാങ്ങിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പലിശ കൊടുത്ത് ഈ പലിശ അടയ്ക്കാൻ പറ്റാണ്ടാവുമ്പോൾ ഇവരുടെ മൊത്തം സ്വത്ത് ഇവർ വസൂലാക്കിയിരുന്നു. അങ്ങനെയാണ് ഇവർ കുറച്ച് ഹയർ ലെവലിൽ സാമ്പത്തികമായിട്ടൊക്കെ ഇവർ ഏറ്റവും മുൻനിരയിലാണ് നിന്നുണ്ടായിരുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ നീതിക്ക് അനിഷ്ഠിതമായ ഒരു ഭരണമാണ് കാഴ്ചവെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് മസ്ജിദുൻ നബിയോട് ചേർന്ന് തന്നെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കുക ചെയ്ത ആദ്യം. അപ്പോൾ അവിടെ അവിടെ പലിശ വാങ്ങിക്കാൻ പാടില്ല, അങ്ങനെ പല നിയമങ്ങളൊക്കെ ആയി. അപ്പോൾ ഇവരുടെ ഈ കച്ചവടത്തിൻ്റെ കുത്തകാവകാശം അങ്ങനെ പതുക്കാണ്ട് കുറയാണ്. അതോടുകൂടിയാണ് ഇവർക്ക് ദേഷ്യം വന്നത് ജൂതന്മാർക്ക്. ഇവർക്ക് അപ്പം എങ്ങനെയെങ്കിലും ഈ സത്യവിശ്വാസികളെ ഇതിൽ നിന്നും തെറ്റിക്കണം എന്നുള്ള ചിന്തയാണുള്ളത്. ഒരിക്കൽ ഒരു അൻസാരിയുടെ കയ്യിൽ നിന്ന് ഒരു പടയങ്കി മോഷണം പോയി. അപ്പോൾ അത് കട്ടെടുത്തത് ആരാണ്? വേറൊരു അൻസാരി തന്നെയാണ് കട്ടെടുത്തത്. അപ്പോൾ ഇവർ ഇത് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് തെളിവെടുത്തതും ഈ അൻസാരിയുടെ വീട്ടിൽ നിന്നല്ല. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ വേഗം അയാൾ പിടിക്കപ്പെടുന്നതായപ്പോൾ അത് കൊണ്ടുപോയി ഒരു ജൂതൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു. അങ്ങനെ കേസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. അപ്പോൾ തൊണ്ടി മുതൽ കിട്ടിയത് എവിടെയാണ്? ഈ ജൂതൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വാഭാവികമായിട്ടും വിധി പ്രഖ്യാപിക്കുക ജൂതനെതിരെയാണല്ലോ. അങ്ങനെ ജൂതനെതിരെ വിധി പ്രഖ്യാപിക്കാൻ പോണ അവസരത്തിൽ അള്ളാഹു ആയത്തിറക്കാണ്. അങ്ങനെ ഒരു ജൂതൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് അള്ളാഹു ആയത്ത് ഇറക്കാണ്. അപ്പോൾ അള്ളാഹു നമ്മളെ പഠിപ്പിക്കണമെന്ന് നമ്മളുടെ ഒരു ശത്രുവായാലും നമ്മളെ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്ന ഒരാളായാൽ കൂടിയും വിധി കൽപ്പിക്കുമ്പോൾ അയാളുടെ ഭാഗത്താണ് നീതിയെങ്കിൽ അയാൾക്ക് വേണ്ടി നമ്മൾ നീതിപൂർവ്വം വിധി കൽപ്പിക്കണം എന്നാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരണത്. ഇബ്നു അബി ഹാത്തിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു ഹദീസിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: അക്ഷരജ്ഞാനമില്ലാത്തവരുടെ മേൽ ഞങ്ങൾക്കൊരു ബാധ്യത ഉണ്ടാവാൻ മാർഗമില്ലാന്ന് വേദക്കാർ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇങ്ങനെയാണ്: അള്ളാഹുവിൻ്റെ ശത്രുക്കൾ കളവ് പറയുകയാണ്. ജാഹിലിയത്തിലുണ്ടായിരുന്ന, അതായത് മുമ്പ് കാലത്തുണ്ടായിരുന്ന ഇത്തരം ഏതു കാര്യവും എൻ്റെ 2 കാലുകൾക്കടിയിലാക്കപ്പെടാതെ അല്ല. അതായത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതോടുകൂടി അതെല്ലാം തള്ളിപ്പോയിരിക്കുന്നു. അമാനത്തൊഴികെ, അതായത് വിശ്വസ്തതയുടെ കാര്യമൊഴികെ. വിശ്വസ്തതയുടെ കാര്യം എങ്ങനെയാണ്? അത് പുണ്യവാനോടും ദുഷ്ടനോടും നിർവഹിക്കപ്പെടേണ്ടതാകുന്നു. ദുഷ്ടനായ ഒരാളാണെങ്കിലും അയാളുടെ അടുത്താണ് നീതിയെങ്കിൽ നമ്മൾ അയാൾക്ക് വേണ്ടി നിലകൊള്ളണം എന്നാണ് നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തരണത്. അടുത്ത ആയത്തിൽ അപ്പം അള്ളാഹു പറയണത്, ആരാണോ തൻ്റെ കരാറ് നിറവേൽക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരെ, സൂക്ഷ്മത പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് അടുത്ത ആയത്ത് പറയണത്. ബല, അങ്ങനെയല്ല. മൻ ഔഫ, ആർ നിറവേറ്റിയോ, ബി അഹദിഹി, അഹദ് എന്ന് വെച്ചാൽ കരാർ, തൻ്റെ കരാറിനെ ആർ നിറവേറ്റിയോ, വത്തഖ, ഇത്തഖ എന്ന് വെച്ചാൽ സൂക്ഷിച്ചു, ആരാണോ സൂക്ഷിക്കുകയും ചെയ്യുന്നത്, ഫ ഇന്നല്ലാഹ, എന്നാൽ നിശ്ചയമായും അള്ളാഹു യുഹിബ്ബുൽ മുത്തഖീൻ, മുത്തഖികളായ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയണത്. ഇവിടെ വേദക്കാരിലൊരു വിഭാഗം നല്ല ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിനൊരു ഉദാഹരണം പറയണത് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അദ്ദേഹം ഒരു ജൂത പണ്ഡിതനായിരുന്നു. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതറിഞ്ഞിട്ട് അദ്ദേഹം വരുന്നുണ്ട്, നബീനെ പരീക്ഷിച്ച് നോക്കാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അവരുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ പ്രവാചകൻ തന്നെയാണിതെന്ന് മനസ്സിലായി. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ഇവരിൽ നിന്നുള്ളൊരു വിഭാഗം ആളുകൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുന്നുണ്ട്, വേദക്കാർ. അപ്പോൾ ഇദ്ദേഹം വീടിൻ്റെ അകത്ത് ഇരുന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്നെ പറ്റി ഇവരോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ഈ അബ്ദുല്ലാഹിബ്നു സലാം എന്ന് പറഞ്ഞ ആൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് അത് ഞങ്ങളുടെ ഇടയിലുള്ള മഹാപണ്ഡിതനാണ്, നല്ല മനുഷ്യനാണ്, നല്ല അറിവുള്ള ആളാണെന്നൊക്കെ ഇവർ പറയും. എന്നിട്ട് അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കും, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിക്കും. അപ്പം ഇവർ പറയും, അദ്ദേഹം ഒരിക്കലും സ്വീകരിക്കൂല, അദ്ദേഹം ഏറ്റവും പണ്ഡിതനാണ്, വേദഗ്രന്ഥമൊക്കെ നല്ലോണം അറിയണ ആളാണ്, അദ്ദേഹം ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് പറയും. ആ സമയത്ത് ഈ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വന്നിട്ട് ഷഹാദത്ത് ചൊല്ലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, ഞാൻ താങ്കളിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പം
അപ്പം തന്നെ ഇവർ ഈ പറഞ്ഞതൊക്കെ മാറ്റിയിട്ട് പറയും ഇവൻ കള്ളനാണ്, ചതിയനാണ്, ഒരു അറിവില്ലാത്ത ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കും. അപ്പോൾ അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയെ താങ്കൾ കണ്ടില്ലേ എൻ്റെ കൂടെയുള്ള ആളുകളുടെ സ്വഭാവം ഇതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ സത്യസന്ധനും വിശ്വസ്തനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആളുകൾ കൊണ്ട് പൈസയും അവരെ ധനമൊക്കെ കൊണ്ട് ഏൽപ്പിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇതൊക്കെ സംരക്ഷിക്കാൻ പറ്റിയ വലിയ കോട്ടകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആളുകളൊക്കെ കൊണ്ട് പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കും സൂക്ഷിക്കാനായിട്ട്. എന്നിട്ട് ഇവർ തിരിച്ചു ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പും അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷവും ആളുകൾ കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിട്ടാണ് പറഞ്ഞ വേദക്കാരിലൊരു വിഭാഗം ആളുകൾ ഇത്രയും വിശ്വസ്തരായ ആളുകളുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു തന്നത്. ഇനി അടുത്ത ആയത്തിൽ പറയണത്, ഇനി ചില ആളുകളുണ്ട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരുടെ ഇവിടുത്തെ കുറച്ച് ലാഭത്തിന്, ഇവിടുത്തെ സുഖത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ആയത്തുകളൊക്കെ അവർ വിറ്റ് കളയും. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടാണ് അടുത്ത ആയത്തിൽ പറയണത്. അതിന് ഈ ആയത്ത് അവതരിക്കാനുള്ളൊരു പശ്ചാത്തലം എന്ന് വെച്ചാൽ വളരെ പട്ടിണിയും ക്ഷാമമൊക്കെ അനുഭവപ്പെടുന്ന ഒരു കാലത്ത് കുറച്ച് ആളുകൾ വന്ന് ഒരു ജൂത പ്രമുഖൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണവും വസ്ത്രമൊക്കെ തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ തരില്ല, നിങ്ങൾ മുഹമ്മദിനെ വിശ്വസിച്ച് നടക്കുന്ന ആളല്ലേ, ഞാൻ തരൂല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തിരിച്ചു പോയിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൊന്നും വിശ്വസിക്കണമൊന്നുമില്ല, ഞങ്ങളതിലൊക്കെ അവിശ്വസിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളിൽ നിന്നും ഇയാൾ എന്ത് ചെയ്തു, വേഗം ഭക്ഷണവും വസ്ത്രമൊക്കെ കൊടുത്തു. ഇവരത് വാങ്ങുകയും ചെയ്തു. ആ ഒരു സമയത്താണ് അള്ളാഹു ഈ ആയത്ത് അവതരിച്ചതെന്നാണ് പറയുന്നത്. കാരണം അള്ളാഹുവുമായിട്ടുള്ള കരാറിനെ ഇവർ തെറ്റിക്കുകയാണ്, ഇവരുടെ സത്യങ്ങളെയൊക്കെ തെറ്റിച്ച് എന്തിനു വേണ്ടി, ആ തുച്ഛമായ അപ്പളത്തെ ഒരു സുഖത്തിന് വേണ്ടി ഇതൊക്കെ തെറ്റിച്ചാൽ അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു പരലോകത്തിൽ ഒരു ഓഹരി അവർക്ക് നൽകൂല. ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല, അവരെ നോക്കൂല, അവരെ സംസ്കരിക്കുകയുമില്ല എന്നൊക്കെയാണ് അടുത്ത ആയത്തിൽ പറയണത്. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന്. അപ്പം ഇന്നല്ലദീന യഷ്തറൂന, നിശ്ചയമായും യാതൊരു കൂട്ടം. ഇഷ്തറ എന്ന് വെച്ചാൽ നമ്മൾ സൂറത്തുൽ ബഖറയിൽ പഠിച്ച വാക്ക് തന്നെയാണ് അല്ലേ. ഇഷ്തറ എന്ന് വെച്ചാൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യണതിന് ഇഷ്തറ എന്ന് തന്നെ പറയും. അതായത് ക്രയവിക്രയം നടത്തുക. അപ്പം അങ്ങനെ വാങ്ങുന്ന ചില ആളുകളുണ്ട്. എന്ത്, ബി അഹ്ദില്ലാഹി, അള്ളാഹുവിനോടുള്ള കരാറിന്, വ ഐമാനിഹിം, അവരുടെ ശപഥങ്ങൾക്കും വാങ്ങുന്ന ആൾ എന്ത് വാങ്ങും, സമനം ഖലീല, തുച്ഛമായ വില, അതായത് ചെറിയൊരു ലാഭത്തിന് വേണ്ടി ഇതൊക്കെ അങ്ങോട്ട് മറന്നു കളയും. ഉലായിക്ക, അക്കൂട്ടർ, ലാ ഖലാഖ ലഹും, അവർക്കൊരു ഓഹരിയുമില്ല, ഫിൽ ആഖിറത്തി, പരലോകത്തിൽ, വലാ യുകല്ലിമുഹും, കല്ലമ എന്ന് വെച്ചാൽ സംസാരിക്കുക, അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല, കല്ലമഹുമുല്ലാഹു, അള്ളാഹു അവരോട് സംസാരിക്കൂല, വലാ യൻദുറു ഇലൈഹിം, അള്ളാഹു അവരെ നോക്കുകയില്ല, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കുകയുമില്ല, വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്. ഇതാണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞു തരണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ഇതിലാദ്യം പറഞ്ഞത് ഈ വേദക്കാരോട് അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്തണത്, എന്തിനാണെന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞു എന്താണ്, ഇവർ ഒരു വിഭാഗം ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്. ഞങ്ങൾ കാലത്ത് പോയിട്ട് പറയും ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ പറയും, ഓ ഈ മതം ശരിയല്ല, ഞങ്ങളതൊക്കെ പഠിച്ചു, ഇതൊന്നും ശരിയല്ല, ഇത് പ്രവാചകനൊന്നല്ല എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചൊക്കെ പറയും. അപ്പം അങ്ങനെ പറയുമ്പോൾ എന്തായാലും ഇതിൽ വിശ്വാസം ഉറയ്ക്കാത്ത ആളുകളൊക്കെ ഇതിൽ നിന്നും തിരിഞ്ഞു പോകും എന്നാണ് അവർ പറയണത്. എന്നിട്ട് ഇവർ പറഞ്ഞു, നമ്മൾ ഒരിക്കലും ഈ മതത്തെ അല്ലാണ്ട്, യഹൂദ മതത്തെ അല്ലാണ്ട് വേറൊരു മതത്തിൽ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഇനി നമ്മളങ്ങനെ വിശ്വസിച്ചാൽ എന്താണ്, ഇവർക്ക് വേദഗ്രന്ഥം ഞങ്ങൾക്കല്ല ഇവർക്കും വേദഗ്രന്ഥം കിട്ടിയെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. പിന്നെ അതുമല്ല, ഇവർ അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്കെതിരെ ന്യായവാദം നടത്തും. ഇവരെല്ലാം സത്യം മനസ്സിലാക്കി തിരിഞ്ഞു കളഞ്ഞവരാണെന്ന് അള്ളാഹുവിൻ്റെ അടുത്ത് ന്യായം നടത്തുന്നതാണ് ഇവർ പറയണത്. അപ്പോൾ അള്ളാഹു അതിന് മറുപടി പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ അടുത്താണ് ശരിയായ മാർഗദർശനമുള്ളത്, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം അള്ളാഹു കൊടുക്കുമെന്ന് പറഞ്ഞു. ഇനി വേദക്കാരിലുള്ള 2 തരം ആളുകളും, വേദക്കാരെ മുഴുവൻ അടച്ചാക്ഷേപിക്കല്ല അള്ളാഹു അല്ലേ, അതിൽ നല്ല ആളുകളും ഉണ്ടെന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞുതരാണ്. ഒരു ടൈപ്പ് ആളുകൾ എന്ന് വെച്ചാൽ അവരെ നമ്മൾ വിശ്വസിച്ച് ഒരു കൂമ്പാരം തന്നെ ഏൽപ്പിച്ചാലും അവർ നമുക്കത് തിരിച്ചു നൽകും. പക്ഷേ വേറെ തരം ആളുകളുണ്ട്, അവരുടെ അടുത്ത് വളരെ ചെറിയൊരു എമൗണ്ട്, ഒരു ദിനാറ് കൊടുത്താലും അത് തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ അവരെ പിന്നാലെ നടന്ന് നമ്മുടെ ചെരുപ്പിൻ്റെ വാറ തേയേണ്ട വരും. അങ്ങനത്തെ ആളുകളും ഉണ്ട് എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞുതരാണ്. അപ്പോൾ അവർ തരാത്തതിൻ്റെ കാരണം എന്താണ് അവർ പറയണത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതത്തിലുള്ളവരോട് മാത്രമേ ബാധ്യതയുള്ളൂ, ഈ ഉമ്മീങ്ങളോടൊന്നും ഞങ്ങൾക്കൊരു ബാധ്യതയില്ല എന്നാണ് അവർ പറയണത്. അപ്പോൾ അള്ളാഹു പറയാണ് അവർ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയാണെന്ന് അള്ളാഹു പറഞ്ഞു തന്നു.
ഇനി അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ആരാണോ നീതിമുറ അനുസരിച്ച് പെരുമാറുന്നതും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു തരം ആളുകളെക്കുറിച്ച് പറയാണ്, അള്ളാഹുവിൻ്റെ ആയത്തുകളെ ഇവിടുത്തെ കുറച്ച് ലാഭം മാത്രം ഉദ്ദേശിച്ച് ഇവിടുത്തെ ലാഭത്തിന് വേണ്ടി അതൊക്കെ വിറ്റ് കളയണം, അതൊക്കെ മറന്നു കളയണ ഒരു തരം ആളുകളുണ്ട്. അവരോട് അള്ളാഹു പരലോകത്തിൽ അവർക്കൊരു ഓഹരിയും കൊടുക്കൂല, അവരെ നോക്കൂല, അവരെ സംസ്കരിക്കുകയില്ല, അവരോട് സംസാരിക്കുകയില്ല എന്നൊക്കെയാണ് അള്ളാഹു പറഞ്ഞു തന്നത്. അപ്പോൾ അതിൽ ഒരു ഹദീസ് പറഞ്ഞത് അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 3 കൂട്ടരോട് അള്ളാഹു ഖിയാമത്ത് നാളിൽ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞു. അവരുടെ നേരെ നോക്കുകയില്ല, അവരെ സംസ്കരിക്കുകയില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഓ നബിയെ, അങ്ങനെയുള്ളവർ വളരെ നഷ്ടപ്പെട്ടവരും അപമാനിക്കപ്പെട്ടവരാണല്ലോ റബ്ബേ, ആരാണ് നബിയെ ഇങ്ങനത്തെ ആളുകളെന്ന് ചോദിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇങ്ങനെയാണ്, വസ്ത്രം നിലത്തഴിച്ചു നടക്കുന്നവനും കള്ളസത്യം വഴി ചരക്ക് വിൽക്കുന്നവനും ചെയ്ത ഉപകാരം എടുത്തു പറയുന്നവനുമാണ്. അല്ലേ, നമ്മൾ ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ കാണാം, പിന്നെ എന്താണ് ആഡംബരത്തിൻ്റെ ഒരു അടയാളം കൂടിയാണല്ലേ ഡ്രസ്സ് ഇങ്ങനെ നിലത്ത് കൂടെ വളരെ നീളത്തിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ കാണാറുണ്ട്. പിന്നെന്താണ്, ഒരു സാധനം വിൽക്കുമ്പോൾ നമ്മൾ പറയാം ഇത് ഏറ്റവും നല്ല ഇനാണ്, ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതും പൊട്ടയൊക്കെ കലർത്തി വിൽക്കണ ആളുകളുണ്ടല്ലേ. അങ്ങനെ കച്ചവടം നടത്തുന്ന ആളുകൾ കള്ളസത്യം നല്ല സാധനം എന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്ത് വിൽക്കും, അങ്ങനത്തെ ആളുകൾ. പിന്നെന്താണ്, ചെയ്ത ഉപകാരം എടുത്ത് പറയുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളെ കുറിച്ച് നമ്മൾ സൂറത്തുൽ ബഖറയിൽ പഠിച്ചതാണല്ലേ. അപ്പോൾ ഈ 3 കൂട്ടരോടും അള്ളാഹു നോക്കൂല എന്നാണ് പറയണത്. പിന്നെ വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എങ്ങനെയാണ്, ഒരാളുടെ സ്വത്ത് പിടിച്ചെടുക്കുവാൻ വേണ്ടി ആരെങ്കിലും കള്ളസത്യം ചെയ്താൽ അള്ളാഹു അവൻ്റെ മേൽ കോപിച്ചവനായിക്കൊണ്ട് അവൻ കണ്ടെത്തുന്നതാണ്. അതായത് പലപ്പോഴും നമ്മൾ കാണാറുണ്ടല്ലേ, ഈ സ്വത്ത് ഭാഗം വെക്കണോടത്തൊക്കെ പ്രശ്നങ്ങളാണ്. ഈ വസിയത്തിൻ്റെ കാര്യത്തിലൊക്കെ പറയും, ഇതെനിക്ക് അത് നേരത്തെ തന്നതാണ്, ഇത് എഴുതി തന്നതാണ്, അങ്ങനെ പലതരത്തിലുള്ള മറ്റുള്ളവരുടെ സ്വത്ത് അടിച്ചെടുക്കാൻ വേണ്ടി കള്ളസത്യം പറയുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ. അവരറിഞ്ഞു വെച്ചോട്ടെ, അള്ളാഹു അവൻ്റെ മേൽ കോപിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കിക്കോട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. അപ്പോൾ നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.